ഒരു വർഷം മുമ്പ് വരെ മിനി സ്ക്രീനിൽ വൻ ടി.ആർ.പി റേറ്റിംഗോടെ സംപ്രേഷണം ചെയ്തിരുന്ന മെഗാ പരമ്പരയായിരുന്നു കുടുംബവിളക്ക്. 5 വർഷത്തോളം കുടുംബവിളക്ക് ഏഷ്യാനെറ്റിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. മീര വാസുദേവ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സീരിയൽ ചെറിയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചപ്പോൾ പോലും കുടുംബവിളക്കിന്റെ ഭാഗமான ശേഷം വൻ ജനപ്രീതിയുള്ള താരങ്ങളായി മാറി. അത്തരത്തിൽ ഒറ്റ സീരിയലിലൂടെ തലവര മാറ്റിയ സീരിയൽ താരമാണ് രേഷ്മ എസ്. നായർ. സഞ്ജന എന്ന കഥാപാത്രത്തെയാണ് പരമ്പരയിൽ രേഷ്മ അവതരിപ്പിച്ചിരുന്നത്. കുടുംബവിളക്കിലെ മുഖ്യ കഥാപാത്രം സുമിത്രയുടെ മരുമകളായിരുന്നു രേഷ്മയുടെ കഥാപാത്രം. കുടുംബവിളക്കിന്റെ ഭാഗമായതിനു ശേഷം രേഷ്മ പ്രതീഷ് ജോഡികൾക്ക് നിരവധി ആരാധകരുണ്ടായിരുന്നു. സഞ്ജനയും രേഷ്മയും തമ്മിൽ വലിയ വ്യത്യാസമില്ലെന്ന് രേഷ്മ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. രേഷ്മ കുറച്ചുകൂടി സ്ട്രോങ്ങും ബോൾഡുമാണെന്നും കുടുംബവിളക്കിലെ കഥാപാത്രത്തെക്കുറിച്ച് സംസാരിക്കെ ഒരിക്കൽ താരം പറഞ്ഞു. മോഡൽ കൂടിയ രേഷ്മ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോഷൂട്ടും റീലുമെല്ലാം സജീവമാണ്. കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ രേഷ്മ പങ്കുവച്ചൊരു പോസ്റ്റ് വൈറലാണ്. അത്ര സുഖമായ ഒരു വിവരമല്ല നടി പങ്കുവച്ചിരിക്കുന്നത്. നിശ്ചയിച്ചുറപ്പിച്ച തൻ്റെ വിവാഹം മുടങ്ങിയെന്ന വിവരമാണ് തൻ്റെ ആരാധകരോട് താരം പങ്കുവച്ചിരിക്കുന്നത്. അറിയിപ്പ് എല്ലാവർക്കും ഹായ്. ആശയക്കുഴപ്പമൊന്നും ഉണ്ടാതിരിക്കാനാണ് ഞാനിത് തുറന്നു പറയുന്നത്. എൻ്റെ വിവാഹമോചനം നേരത്തെ കഴിഞ്ഞതാണെങ്കിലും ഞങ്ങൾക്കിടയിൽ നടന്ന സംഭാഷണങ്ങളും വ്യക്തിപരമായ ധാരണകൾക്ക് ശേഷം ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ രണ്ട് കുടുംബങ്ങളും തീരുമാനിച്ചു. തീർത്തും ആത്മവിശ്വാസത്തോടെയും വ്യക്തിത്വത്തോടെയും ഈ തീരുമാനം എടുത്തത്. അതിൽ യാതൊരു ഖേദവുമില്ല. എൻ്റെ ജീവിതത്തിന് അനുയോജ്യമായ തീരുമാനം എടുക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനിത് ആരോടും വ്യക്തിപരമായി വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അതിനാൽ ദയവായി വിശദാംശങ്ങൾ ചോദിക്കുന്നത് ഒഴിവാക്കുക. എൻ്റെ സമാധാനം, എൻ്റെ തിരഞ്ഞെടുപ്പ്, എൻ്റെ ഭാവി എന്നിവയാണ് പ്രാധാന്യം നൽകുന്നത്. അതിനെ മാനിക്കുന്നതിന് നന്ദി എന്നാണ് രേഷ്മ കുറിച്ചത്. ആരാധകർക്കും ആ അറിയിപ്പ് വലിയൊരു ആഘാതമായി. 3 മാസം മുമ്പ് അതീവ സന്തോഷവതിയാണ് തൻ്റെ വിവാഹം ഉണ്ടാകുമെന്ന് വാർത്ത രേഷ്മ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. വരൻ്റെ മുഖം വെളിപ്പെടുത്താതെയുള്ള ഒരു ചിത്രവും രേഷ്മ പങ്കുവച്ചു. അന്ന് കുറച്ച് വരികൾ ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ ഇരുണ്ട ദിനങ്ങളെ ഏറ്റവും തിളക്കമുള്ള പ്രതീക്ഷയാക്കി മാറ്റുന്ന ആളെ കണ്ടുമുട്ടുമ്പോൾ അത് നടക്കേണ്ടതാണെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ പങ്കാളിയായി ഇവനെ ലഭിച്ചത് ഞാൻ ഭാഗ്യവതിയാണ്. അതിനപ്പുറമാണ് ഇവൻ എൻ്റെ അടുത്ത സുഹൃത്ത്. എൻ്റെ കൈ പിടിച്ച് മൃദുവായി ആശങ്കപ്പെടേണ്ട, നമുക്ക് നോക്കാം. ഞാൻ എപ്പോഴും നിനക്കൊപ്പം ഉണ്ടാകും എന്ന് പറയുന്ന ആൾ. എൻ്റെ ഏറ്റവും മോശം സാഹചര്യത്തിലുണ്ടായപ്പോഴും അവൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. എൻ്റെ ഏറ്റവും ഇരുണ്ട സ്വപ്നങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചു. അവയെ ഏറ്റവും വർണ്ണാഭമായ സ്വപ്നങ്ങളാക്കി മാറ്റി. അവൻ എൻ്റെ ഏറ്റവും വലിയ പ്രചോദനമായി, എൻ്റെ നിരന്തരമായ പിന്തുണയായി, എല്ലാ ദിവസവും പുഞ്ചിരിയുടെ പിന്നിലുള്ള കാരണമായി. വൈകാതെ ഞങ്ങളുടെ വിവാഹ നിശ്ചയം ഉണ്ടാകും എന്നായിരുന്നു. മാത്രമല്ല, പ്രണയം അംഗീകരിച്ച് സ്വന്തം മകനായി തൻ്റെ പങ്കാളിയെ സ്വീകരിച്ച മാതാപിതാക്കൾക്ക് നന്ദിയും രേഷ്മ അറിയിച്ചു. നിശ്ചയം വരെ എത്തിയ പ്രണയം എന്തുകൊണ്ട് തകർന്നുപോയി എന്ന ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുകയാണ്.